Good morning students, welcome to this video. നമ്മൾ ഹൗസ് ഹോൾഡ് അപ്ലയൻസസ് പറഞ്ഞുകൊണ്ടിരുന്നത് റെഫ്രിജറേറ്ററിനെ പറ്റിയാണ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഞാൻ കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് റെഫ്രിജറേഷൻ സൈക്കിൾ എന്താണെന്നാണ്. എങ്ങനെയാണ് റെഫ്രിജറേഷൻ സൈക്കിൾ നടക്കുന്നത് റെഫ്രിജറേറ്ററിനകത്ത്. നമുക്കറിയാം, ഈ റെഫ്രിജറന്റ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പണ്ട് കാലത്ത് CFCs ആയിരുന്നു. CFC എന്ന് പറഞ്ഞാൽ ക്ലോറോ ഫ്ലൂറോ കാർബൺ. CFC ക്ലോറോ ഫ്ലൂറോ കാർബൺ, ക്ലോറോ ഫ്ലൂറോ കാർബൺ. പിന്നീട് ഈ CFCs ഓസോൺ ലെയറിന് ഡാമേജ് ഉണ്ടാക്കാൻ തുടങ്ങിയോടുകൂടി ഈ റെഫ്രിജറേറ്ററിനകത്ത് CFCs യൂസ് ചെയ്യുന്നത് നിർത്തി. റെഫ്രിജറന്റ് ആയിട്ട് CFCs യൂസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ തുടങ്ങി. കാരണം റെഫ്രിജറന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന CFC, അതായത് ക്ലോറോ ഫ്ലൂറോ കാർബൺ, ഓസോൺ ലെയറിന് ഡാമേജസ് ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ഓസോൺ ലെയറിന് ഡാമേജസ് ഉണ്ടാക്കിയ മൂലം CFCs സ്റ്റോപ്പ് ചെയ്യാൻ തുടങ്ങി. അതിന് പകരം നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത് CFCs അല്ല, റെഫ്രിജറന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ടെട്രാ ഫ്ലൂറോ ഈഥെയ്ൻ ആണ് സാധാരണഗതിയിൽ റെഫ്രിജറന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. CFCs ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞു. CFCs യൂസ് ചെയ്ത് കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഫ്രിജറന്റ് ആയിട്ട് ഓസോൺ ലെയറിന് ഡാമേജ് സംഭവിക്കും. അങ്ങനെ റെഫ്രിജറന്റ് ആയിട്ട് ഈ CFC ഉപയോഗിക്കുന്നത് നിർത്തി. കാരണം ഓസോൺ ലെയറിന് ഡാമേജസ് ഉണ്ടാക്കും. അതുമൂലം സാധാരണഗതിയിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത് റെഫ്രിജറന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ടെട്രാ ഫ്ലൂറോ ഈഥെയ്ൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഈ റെഫ്രിജറേഷൻ സൈക്കിള് പഠിക്കാം. ഓക്കെ, റെഫ്രിജറേഷൻ സൈക്കിള് പഠിക്കാം. ഇപ്പൊ ഞാൻ എന്താണ് റെഫ്രിജറന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് പറഞ്ഞു. ആദ്യകാലത്ത് CFCs ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, ക്ലോറോ ഫ്ലൂറോ കാർബൺ. ഇപ്പോൾ CFCs യൂസ് ചെയ്യുന്ന പതിവ് നിർത്തി. കാരണം ഇറ്റ് കോസ് ഡാമേജ് ടു ഓസോൺ ലെയർ. ഓക്കെ, സോ ഇൻസ്റ്റെഡ് ഓഫ് ദിസ് CFCs now we are using tetrafluoroethane. ഓക്കെ, ഇനി ഈ നമുക്ക് പ്രധാനമായിട്ട് ഈ റെഫ്രിജറേഷൻ സൈക്കിൾ വരുന്നത്, ഒരു റെഫ്രിജറന്റ് വരും, ഞാൻ ഈ പറഞ്ഞ ടെട്രാ ഫ്ലൂറോ ഈഥെയ്ൻ പോലുള്ള റെഫ്രിജറന്റ് വരും, കംപ്രസർ വരും, കണ്ടൻസർ കോയിൽ വരും, ഒരു തെർമൽ എക്സ്പാൻഷൻ വാൽവ് വരും, ഒരു ഇവാപ്പറേറ്റർ വരും. ഇത്രയുമാണ് പ്രധാനമായിട്ടും ഈ റെഫ്രിജറേഷൻ സൈക്കിളിൽ വരുന്നത്. കംപ്രസർ, കണ്ടൻസർ കോയില്, തെർമൽ എക്സ്പാൻഷൻ വാൽവ്, ഇവാപ്പറേഷൻ കോയില്, അതേപോലെ റെഫ്രിജറന്റ്. ഇത്രയുമാണ് ഈ റെഫ്രിജറേഷൻ സൈക്കിളിൽ വരുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം. റെഫ്രിജറന്റ്, ഓക്കെ, അതായത് ടെട്രാ ഫ്ലൂറോ ഈഥെയ്ൻ, അടുത്തത് കംപ്രസർ, അടുത്തത് കണ്ടൻസർ കോയിൽ. ഈ കണ്ടൻസർ കോയിൽ ഫ്രിഡ്ജിന്റെ ബാക്കിൽ ഇരിക്കുന്നതാണ് കണ്ടൻസർ കോയിൽ എന്ന് പറയുന്നത്. റെഫ്രിജറേറ്ററിന്റെ ബാക്കിലാണ് സാധാരണഗതിയിൽ കണ്ടൻസർ കോയിൽ കാണുന്നത്. പിന്നെ അതിനകത്ത് തെർമൽ എക്സ്പാൻഷൻ വാൽവ് ഉണ്ട്, പിന്നെ ഇവാപ്പറേറ്റർ കോയിൽസ് ഉണ്ട്. ഇത്രയുമാണ് ഈ റെഫ്രിജറേഷൻ സൈക്കിളിനകത്ത് പ്രധാനമായിട്ടും വരുന്നത്. ഫസ്റ്റിൽ ഈ സൈക്കിൾ എങ്ങനെയാണ് തുടങ്ങുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് സൈക്കിളാണ്, ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൈക്കിളാണ് ഈ റെഫ്രിജറേഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യമേ ഈ റെഫ്രിജറന്റ് വേപ്പർ ഫോമിലായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ റെഫ്രിജറന്റ് വേപ്പർ ഫോമിലാണ് ഇരിക്കുന്നത്. അതിനെ കംപ്രസർ എന്ത് ചെയ്യും? കംപ്രസ് ചെയ്യും. ഓക്കെ, കംപ്രസർ അതിനെ കംപ്രസ് ചെയ്യും. കംപ്രസ് ചെയ്യുമ്പോൾ അതിന്റെ പ്രഷറും ടെമ്പറേച്ചറും റൈസ് ചെയ്യും. വേപ്പർ ഫോമിലുള്ള റെഫ്രിജറന്റിനെ കംപ്രസർ കംപ്രസ് ചെയ്യും. കംപ്രസ് ചെയ്യുമ്പോൾ അതിന്റെ പ്രഷറും ടെമ്പറേച്ചറും റൈസ് ചെയ്യും, ഉയരും. അതിനെ കണ്ടൻസർ കോയിലിലേക്ക് പുഷ് ചെയ്യും.
ഈ കണ്ടൻസർ കോയിൽ ഈസ് സിറ്റുവേറ്റഡ് ഔട്ട്സൈഡ് ഓഫ് ദ റെഫ്രിജറേറ്റർ. ദിസ് കണ്ടൻസർ കോയിൽ ഈസ് സിറ്റുവേറ്റഡ് ഔട്ട്സൈഡ് ഓഫ് ദ റെഫ്രിജറേറ്റർ. അപ്പോൾ ഈ റെഫ്രിജറേഷൻ സൈക്കിളിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റെഫ്രിജറന്റ് എന്താണെന്ന് അറിയാം. റെഫ്രിജറേറ്ററിൽ യൂസ് ചെയ്യുന്ന റെഫ്രിജറന്റ് എന്താണെന്ന് അറിയാം. CFC ആയിരുന്നു പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ക്ലോറോ ഫ്ലൂറോ കാർബൺ, ഇപ്പോൾ ടെട്രാ ഫ്ലൂറോ ഈഥേനാണ്. ഈ റെഫ്രിജറന്റിനെ ഫസ്റ്റില് കംപ്രസർ കംപ്രസ് ചെയ്യും. അപ്പോൾ അതിന്റെ പ്രഷറും ടെമ്പറേച്ചറും റൈസ് ചെയ്യും. ഓക്കെ, ദിസ് കംപ്രസർ compresses this refrigerant, then its temperature and pressure rises. Okay, then pushes it into coils of condenser coil. This condenser coil is situated outside of the refrigerator. അപ്പോൾ ആദ്യമേ റെഫ്രിജറന്റിനെ കംപ്രസ് ചെയ്യും. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. കംപ്രസർ ഈ വേപ്പർ ഫോമിലുള്ള റെഫ്രിജറന്റിനെ കംപ്രസ് ചെയ്യും. അപ്പോൾ അതിന്റെ ടെമ്പറേച്ചറും പ്രഷറും റൈസ് ചെയ്യും. അതിനെ ഫ്രിഡ്ജിന്റെ ഔട്ട്സൈഡിൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന കണ്ടൻസർ കോയിലേക്ക് പുഷ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ വേപ്പർ ഫോമിലുള്ള റെഫ്രിജറന്റിനെ കണ്ടൻസ് ചെയ്യുമ്പോൾ അതിന്റെ പ്രഷർ റൈസ് ചെയ്യും, അതിന്റെ ടെമ്പറേച്ചറും റൈസ് ചെയ്യും. എന്നിട്ട് അതിനെ കണ്ടൻസർ കോയിലേക്ക് പുഷ് ചെയ്യും. അപ്പോൾ ഈ കണ്ടൻസർ കോയിലേക്ക് കൂടെ ഫ്ലോ ചെയ്യുന്നത് ഹോട്ട് ഗ്യാസ് ആയിരിക്കും. ഓക്കെ, ഹോട്ട് ഗ്യാസ് ആണ് കണ്ടൻസർ കോയിലിൽ കൂടെ ഫ്ലോ ചെയ്യുന്നത്. ഹോട്ട് ഗ്യാസ്, കാരണം കംപ്രസ് ചെയ്തപ്പോൾ അതിന്റെ ടെമ്പറേച്ചർ റൈസ് ചെയ്തു, അതിന്റെ പ്രഷറും റൈസ് ചെയ്തു. അപ്പോൾ കണ്ടൻസർ കോയിലിൽ കൂടെ ഒഴുകുന്നത് ഹോട്ട് ഗ്യാസ് ആണ്. പക്ഷേ കണ്ടൻസർ കോയില് റെഫ്രിജറേറ്ററിന്റെ ഔട്ട്സൈഡിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ കണ്ടൻസർ കോയില് എക്സ്റ്റേണൽ ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. റെഫ്രിജറേറ്ററിന്റെ ഔട്ട്സൈഡ് ആണ്, വെളിയിലാണുള്ളത്. നിങ്ങൾ ബാക്ക് സൈഡിൽ നോക്കുമ്പോൾ കാണാം. അപ്പോൾ ഈ കണ്ടൻസർ കോയിലിൽ കൂടെ ഒഴുകുന്ന ഹോട്ട് ഗ്യാസ്, ഓക്കെ, അതിന്റെ വെളിയിലുള്ള, അതായത് കിച്ചണിലുള്ള, സാധാരണഗതിയിൽ നമ്മൾ റെഫ്രിജറേറ്റർ വെക്കുന്ന കിച്ചണിലാണല്ലോ. ഓക്കെ, ആ കിച്ചണിലുള്ള എയറുമായിട്ട് കോണ്ടാക്ട് വരും. ഓക്കെ, കോണ്ടാക്ട് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടൻസർ കോയിലിൽ കൂടെ ഹോട്ട് ഗ്യാസ് ഒഴുകുന്നു. കിച്ചണിലുള്ള എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ തണുത്ത എയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ കണ്ടൻസർ കോയില് റെഫ്രിജറേറ്ററിന്റെ ബാക്ക് സൈഡിലാണ് ഇരിക്കുന്നത്. ആ ബാക്ക് സൈഡിലുള്ള കണ്ടൻസർ കോയിൽ കൂടെ ഹോട്ട് ഗ്യാസ് ഒഴുകുമ്പോൾ പുറത്ത് കിച്ചണിലുള്ള എയർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ തണുത്തതായിരിക്കും, കുറച്ചുകൂടെ കോൾഡ് ആയിട്ടുള്ള എയർ ആയിരിക്കും. കാരണം ഗ്യാസ് വളരെ ഹോട്ടാണ്, വളരെ ചൂട് പിടിച്ചതാണ് കണ്ടൻസർ കോയിൽ കൂടെ ഒഴുകുന്നത്. പുറത്തുള്ള എയർ കുറച്ചുകൂടെ തണുത്തതാണ്. ഓക്കെ, ദിസ് ഹോട്ട് എയർ മീറ്റ്സ് കോൾഡ് എയർ ഇൻ ദ കിച്ചൺ. ഓക്കെ, അപ്പോൾ ദിസ് ഹോട്ട് ഗ്യാസ് ഇൻ ദ കോയിൽസ് ഓഫ് condenser meets cooler air in the kitchen. Okay, അപ്പോൾ കണ്ടൻസർ കോയിലിൽ കൂടെ ഒഴുകുന്ന ഹോട്ട് ഗ്യാസ് പുറത്തുള്ള തണുത്ത എയറുമായിട്ട് മീറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ സാധാരണഗതിയിൽ ഒരു ചൂടുള്ളൊരു വസ്തു ഒരു കോൾഡ് ഒബ്ജക്റ്റുമായിട്ട് കോണ്ടാക്ട് വരുമ്പോഴത്തേക്ക് ആ ഹോട്ടായിട്ടുള്ള അല്ലെങ്കിൽ ചൂട് പിടിച്ച വസ്തു എന്ത് ചെയ്യും, കോൾഡായിട്ട് ഉള്ള ഒരു വസ്തുവുമായിട്ട് കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും തണുക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ കണ്ടൻസർ കോയിലിൽ കൂടെ ഒഴുകുന്ന ഹോട്ട് ഗ്യാസ് കിച്ചണിലുള്ള കൂളർ എയറുമായിട്ട് കോണ്ടാക്ട് വരും, അങ്ങനെ അത് തണുക്കും. ഇറ്റ് ബിക്കംസ് എ ലിക്വിഡ്, ഒരു ലിക്വിഡായി മാറുകയും ചെയ്യും. ഫസ്റ്റ് റെഫ്രിജറന്റ് എന്തായിരുന്നു? ഗ്യാസ് ആയിരുന്നു. അപ്പോൾ ഈ ചൂട് പിടിച്ച ഗ്യാസ്, ഈ റെഫ്രിജറന്റ് വേപ്പർ ഈ കണ്ടൻസർ കോയിൽ കൂടെ ഒഴുകിയപ്പോൾ ആ കണ്ടൻസർ കോയിൽ ഫ്രിഡ്ജിന് വെളിയിലാണ്. അപ്പോൾ ഫ്രിഡ്ജിന് വെളിയിലുള്ള തണുത്ത വായുവുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ഇടപെടുകയും ഈ ഗ്യാസ് തണുത്തതായി മാറും, ലിക്വിഡായി മാറുകയും ചെയ്യും. ലിക്വിഡ് ഫോമിലേക്ക് ഈ റെഫ്രിജറന്റ് മാറുകയും ചെയ്യും. ഓക്കെ,
ഇനി ഈ റെഫ്രിജറന്റ് ഇപ്പോൾ ലിക്വിഡായി മാറി. ഇനി ഈ ലിക്വിഡ് ഒരു തെർമൽ എക്സ്പാൻഷൻ വാൽവിലൂടെ ഇവാപ്പറേറ്റർ കോയിൽസിലേക്ക് വരും. ഓക്കെ, തെർമൽ എക്സ്പാൻഷൻ വാൽവ്. ഓക്കെ, ഇപ്പോൾ നേരത്തെ കണ്ടൻസർ കോയിൽ കൂടെ ഒഴുകിക്കൊണ്ടിരുന്ന ഗ്യാസ് പുറത്തുള്ള കൂളർ എയറുമായിട്ട് കോണ്ടാക്ട് വന്നതുകൂടി ലിക്വിഡ് ഫോമിലേക്ക് മാറി. ഓക്കെ, അത് കൂളായി മാറി. ഓക്കെ, പക്ഷെ ഇപ്പോഴും ലിക്വിഡ് ഫോമിലുള്ള ഗ്യാസ് ഹൈ പ്രഷറിലാണ്. ഇത് ഒരു തെർമൽ എക്സ്പാൻഷൻ വാൽവ് വഴി ഇവാപ്പറേറ്റർ കോയിൽസിലേക്ക് പോകും. ഓക്കെ, പക്ഷെ അപ്പോഴും ആ ലിക്വിഡ് ഹൈ പ്രഷറിലാണ് ഇരിക്കുന്നത്. ലിക്വിഡ് ഫോം അറ്റ് ഹൈ പ്രഷർ. ഓക്കെ, ദ റെഫ്രിജറന്റ് കൂൾസ് ഡൗൺ. കാരണം പുറത്തുള്ള തണുത്ത വായുവുമായിട്ട് കോണ്ടാക്ട് വന്നതോടുകൂടി അത് തണുക്കാൻ തുടങ്ങി. അത് കൂൾ ഡൗൺ ചെയ്യും, അത് തണുക്കും. ഇനി അത് എക്സ്പാൻഷൻ വാൽവ് വഴി എങ്ങോട്ടേക്ക് പോകും? ഇവാപ്പറേറ്റർ കോയിലിലേക്ക് ഒഴുകും. ഇവാപ്പറേറ്റർ കോയിലിലേക്ക് ഒഴുകും. ഓക്കെ, ഇനി ഈ ഇവാപ്പറേറ്റർ കോയിൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഫ്രീസറിലാണ്. ഓക്കെ, ഫ്രീസറിലുള്ള ഇവാപ്പറേറ്റർ കോയിൽസിലേക്ക് ഇത് ഒഴുകും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് കണ്ടൻസർ കോയിൽ കൂടെ ഒഴുകിക്കൊണ്ടിരുന്ന ഹോട്ട് എയർ പുറത്തുള്ള കൂളർ എയറുമായിട്ട് മീറ്റ് ചെയ്തപ്പോഴത്തേക്ക് അത് കൂളായി ഗ്യാസ് ലിക്വിഡ് ഫോമിലേക്ക് മാറി. ആ ലിക്വിഡ് ഫോമിലുള്ള ഗ്യാസ് ഇപ്പോഴും ഹൈ പ്രഷറിലാണ് നിൽക്കുന്നത്. ആ ഹൈ പ്രഷറിലുള്ള ലിക്വിഡ് ഒരു തെർമൽ എക്സ്പാൻഷൻ വാൽവ് വഴി ഫ്രീസറിലുള്ള അല്ലെങ്കിൽ ഫ്രിഡ്ജിനകത്തുള്ള ഇവാപ്പറേറ്റർ കോയിൽസിലേക്ക് ഒഴുകും. ഹൈ പ്രഷറിലുള്ള ലിക്വിഡ് ഇവാപ്പറേറ്റർ കോയിൽസിലേക്ക് ഒഴുകും. ഓക്കെ, ഇനി ഈ ഫ്രീസറിനകത്തോ ഫ്രിഡ്ജിനകത്തോ സിറ്റുവേറ്റ് ചെയ്യുന്ന ഇവാപ്പറേറ്റർ കോയിൽസിലേക്ക് ഒഴുകിയ റെഫ്രിജറന്റ് ആ ഫ്രിഡ്ജിനകത്തുള്ള ഹീറ്റിനെ എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യും. അപ്പോൾ ലിക്വിഡ് ഫോമിലുള്ള റെഫ്രിജറന്റ് ഇവാപ്പറേറ്റർ കോയിൽസിലൂടെ ഒഴുകുമ്പോൾ ഫ്രിഡ്ജിനകത്തുള്ള ഹീറ്റിനെ എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യും. ദ റെഫ്രിജറന്റ് അബ്സോർബ് ഹീറ്റ് ഇൻസൈഡ് ദ ഫ്രിഡ്ജ് when it flows through evaporator coils. ഓക്കെ, അപ്പോൾ ഇവാപ്പറേറ്റർ കോയിൽസിലൂടെ ഒഴുകുന്ന റെഫ്രിജറന്റ് ഫ്രിഡ്ജിനകത്തുള്ള ഹീറ്റിനെ അബ്സോർബ് ചെയ്യും. അങ്ങനെ ഫ്രിഡ്ജിനകത്തുള്ള ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രിഡ്ജിനകം എന്തായി മാറും? കൂളായി മാറും. ഓക്കെ, അപ്പോൾ ഫ്രിഡ്ജിനകത്ത് എയർ കൂളായി മാറും, കൂളർ എയറായി മാറും. ഓക്കെ, അപ്പോൾ ഈ ലിക്വിഡ് ഫോമിലുള്ള റെഫ്രിജറന്റ് ഇവാപ്പറേറ്റർ കോയിൽസിലേക്ക് ഒഴുകുമ്പോൾ, ഇവാപ്പറേറ്റർ കോയിൽസ് വഴി ഒഴുകുമ്പോൾ അത് ഫ്രിഡ്ജിനകത്തുള്ള ഹീറ്റിനെ അബ്സോർബ് ചെയ്യും. ഫ്രിഡ്ജിനകത്തുള്ള ഹീറ്റിനെ അബ്സോർബ് ചെയ്യുമ്പോഴത്തേക്ക് ഫ്രിഡ്ജിനകത്ത് ഒരു കൂളർ എയർ ഉണ്ടാവുന്നു. ഓക്കെ, ഒരു തണുത്ത എയർ ഉണ്ടായി മാറുന്നു. ഓക്കെ, ഇനി ഇപ്പോൾ ലിക്വിഡ് ഫോമിലുള്ള റെഫ്രിജറന്റ് ഫ്രിഡ്ജിനകത്തുള്ള ഹീറ്റിനെ അബ്സോർബ് ചെയ്തു. അങ്ങനെ ഫ്രിഡ്ജിനകത്തുള്ള വായു തണുത്തതായി മാറി. ഇങ്ങനെ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുമ്പോൾ, റെഫ്രിജറന്റ് ഹീറ്റിനെ അബ്സോർബ് ചെയ്യുമ്പോൾ അത് വീണ്ടും എന്ത് ചെയ്യും? ഗ്യാസായി മാറും. ഓക്കെ, അതിന്റെ ടെമ്പറേച്ചർ കൂടും. നേരെ അത് വീണ്ടും കംപ്രസറിലേക്ക് പോകും. അപ്പോൾ ഈ ഇവാപ്പറേറ്റർ കോയിൽസ് വഴി ഒഴുകുന്ന റെഫ്രിജറന്റ് ഫ്രിഡ്ജിനകത്തെ ഹീറ്റിനെ അബ്സോർബ് ചെയ്യും. ഫ്രിഡ്ജിനകത്തെ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുമ്പോൾ ഫ്രിഡ്ജിനകത്തെ എയർ കുറച്ചുകൂടെ കൂളറായി മാറും, കുറച്ചുകൂടെ കോൾഡായി മാറും. ഓക്കെ, തണുത്തതായി മാറും. അപ്പോൾ ഈ ഹീറ്റിനെ റെഫ്രിജറന്റ് അബ്സോർബ് ചെയ്യുമ്പോൾ അത് വീണ്ടും ഗ്യാസായി മാറും. ഓക്കെ, ലിക്വിഡ് ഫോമിൽ നിന്ന് വീണ്ടും അത് ഗ്യാസായി മാറും. അതിന്റെ ടെമ്പറേച്ചർ റൈസ് ചെയ്യപ്പെടും. നേരെ അത് കംപ്രസറിലേക്ക് വീണ്ടും പോകും. കംപ്രസർ അതിനെ വീണ്ടും കംപ്രസ് ചെയ്യും. അതിന്റെ ടെമ്പറേച്ചറും പ്രഷറും റൈസ് ചെയ്യും.
എന്നിട്ട് അതിനെ കണ്ടൻസർ കോയിലിലേക്ക് കടത്തിവിടും. കണ്ടൻസർ കോയിലിൽ കൂടെ ഈ ഹോട്ട് ഗ്യാസ് പോകുമ്പോൾ പുറത്തുള്ള തണുത്ത എയറുമായിട്ട് കോണ്ടാക്ട് വരും. ഓക്കെ, അപ്പോൾ അതിന്റെ ടെമ്പറേച്ചർ കുറയും, അതൊരു ലിക്വിഡ് ഫോമിലേക്ക് മാറും. ലിക്വിഡ് ഫോമിലായി മാറിയാലും അത് ഹൈ പ്രഷറിലായിരിക്കും. അതിനെ എക്സ്പാൻഷൻ വാൽവ് വഴി നേരെ ഫ്രിഡ്ജിനകത്തുള്ള കണ്ടൻസർ കോയിലിലേക്ക് ഒഴുകാൻ അനുവദിക്കും. ഈ ഫ്രിഡ്ജിനകത്തെ അല്ലെങ്കിൽ ഫ്രീസറിനകത്തെ കണ്ടൻസർ കോയിൽ വഴി ഒഴുകുമ്പോൾ അത് ഫ്രിഡ്ജിനകത്തെ ഹീറ്റിനെ അബ്സോർബ് ചെയ്യും. അപ്പോൾ ഫ്രിഡ്ജിനകത്തെ ടെമ്പറേച്ചർ കുറയും, അത് തണുത്തതായി മാറും. ഇങ്ങനെ ഈ ടെമ്പറേച്ചറിനെ അബ്സോർബ് ചെയ്യുന്നത് മൂലം, ഫ്രിഡ്ജിനകത്തെ ടെമ്പറേച്ചറിനെ അബ്സോർബ് ചെയ്യുന്നത് മൂലം ആ ലിക്വിഡ് വീണ്ടും ഗ്യാസ് ആയി മാറും. അത് വീണ്ടും കംപ്രസറിലേക്ക് പോകും. കംപ്രസർ അതിനെ വീണ്ടും കംപ്രസ് ചെയ്യും, അതിന്റെ വീണ്ടും അതിന്റെ പ്രഷറും ടെമ്പറേച്ചറും റേസ് ചെയ്യും. ഈ പ്രോസസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് റെഫ്രിജറേഷൻ സൈക്കിൾ.